നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമ. ശ്രീ ഗുരുവായൂരപ്പ. ശ്രീകൃഷ്ണായ നമ. ശ്രീ ഗുരുവായൂരപ്പ. ശ്രീമദ് ഭാഗവത മഹാപുരാണം, അതിൻ്റെ മഹാത്മ്യം, 5-ാമത്തെ അധ്യായം, 38-ാമത്തെ ശ്ലോകം ഇപ്പോൾ പറയണു. 73-ാമത്തെ ഭാഗം. 38-ാമത്തെ ശ്ലോകം, 73-ാമത്തെ ഭാഗം. ഓം വിദ്വാംസോ യോഗനിഷ്ഠാശ്ച ജ്ഞാനിനോ ബ്രഹ്മവാദിന തന്മുക്തിം നൈവ തേ പശ്യന്ത ശാസ്ത്രസഞ്ചയാൻ. ഇപ്പോൾ എല്ലാവരും ഗോകർണനെ കാണാൻ വന്ന് അവർ തമ്മിലുള്ള സംവാദം. ഈ ധുന്ധുകാരുടെ മുക്തിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? സാമാന്യന്മാരായിട്ടുള്ള വിദ്വാൻമാർ, യോഗികൾ, ഭക്തന്മാർ, വിശേഷജ്ഞാന സമ്പന്നരായിട്ടുള്ള മഹാപണ്ഡിതന്മാർ, വേദാന്തികൾ, ഇവരൊക്കെ പല ശാസ്ത്രങ്ങളും പരിശോധിച്ചു. പക്ഷേ ഈ ധുന്ധുകാരിയുടെ പ്രേതമുക്തിക്കുള്ള ഉപായം കണ്ടില്ല. കാരണം ഗീതാശാസ്ത്രം മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും പ്രേതമുക്തി ശരിയാവണില്ല. അത്രയും കൂടുതൽ വരും. മഹാപാപിയാണ്. ഇനി 100 ഗയാശ്രാദ്ധം ചെയ്തിട്ടും മുക്തി കിട്ടില്ല എന്ന് പ്രേതം പോലും പറഞ്ഞു. വിദ്വാംസ, വിദ്വത്വം നല്ലോണമുള്ളവർ, വേദം തൊട്ടുള്ള പല കാര്യങ്ങളും നല്ലോണം പഠിച്ച മഹാപണ്ഡിതന്മാർ, യോഗനിഷ്ഠാശ്ച, അഷ്ടാംഗയോഗം തൊട്ടുള്ള പല പരമയോഗികളായിട്ടുള്ള, ഈശ്വരനെ കണ്ടു അങ്ങനെയല്ലേ, അങ്ങനെയുള്ള മഹായോഗികൾ, ജ്ഞാനിനഹ, എല്ലാ ജ്ഞാനവും ഉള്ളതായിട്ടുള്ള മഹാപണ്ഡിതന്മാർ, സൂരികൾ, ബ്രഹ്മവാദിനഹ, ബ്രഹ്മം മാത്രമേ സത്യമുള്ളൂ, പ്രപഞ്ചം മുഴുവൻ മിഥ്യയാണ് എന്ന് ഈ ലോകത്തെ മുഴുവൻ നിഷേധിക്കുന്നതായിട്ടുള്ള അവധൂത ബ്രാഹ്മണർ. അപ്പോൾ വിദ്വാൻമാർ, യോഗികൾ, മഹാജ്ഞാനികൾ, ബ്രഹ്മമാണ് ഉള്ളൂ, ബാക്കിയൊക്കെ മിഥ്യയാണ് എന്ന് പറയുന്ന അവധൂത വേഷത്തിലുള്ള യതിമാർ, ഇവരൊക്കെ തന്മുക്തിം ന ഏവ തേ അപശ്യൻ, തന്മുക്തിം, അദ്ദേഹത്തിൻ്റെ ഈ മുക്തിക്ക്, ധുന്ധുകാരിയുടെ മുക്തിക്ക്, ന ഏവ തേ അപശ്യൻ, അവർക്ക് യാതൊന്നും കാണാൻ കഴിഞ്ഞില്ല. പശ്യന്തഃ ശാസ്ത്രസഞ്ചയാൻ, ഈ ശാസ്ത്രങ്ങളുടെ വലിയ ഒരു കൂട്ടം മുഴുവൻ പരിശോധിച്ചിട്ടും ന പശ്യന്ത, ഒന്നും കാണാൻ കഴിഞ്ഞില്ല. എന്നാലോ ഈ ശാസ്ത്രങ്ങളുടെ മുഴുവൻ സത്തയും എന്താണ് എന്ന് പശ്യന്തഃ, കണ്ടവരാണ് ഈ ബ്രഹ്മവാദിനഃ, ജ്ഞാനിനഃ, യോഗനിഷ്ഠാശ്ച, യോഗിനഃ, വിദ്വാൻമാർ സകലരും. എന്നിട്ടോ കിട്ടിയോ? കിട്ടിയില്ല. അപ്പോൾ ജ്ഞാനം എന്നുള്ളത് എവിടെ കിടക്കുന്നു? ഭഗവാങ്കൽ കിടക്കുന്നു. ഭഗവാനെ പറ്റി പറയുന്നത് ഏതാ? അത് ഭാഗവതാണ്. അത്രയേ ഉള്ളൂ, അതിലുണ്ടത്. എല്ലാ പുരാണങ്ങളിലും ഭഗവാനെ പറ്റി പറയുന്നുണ്ട്. അതിനെ പ്രത്യേകമായിട്ട് എടുക്കുകയാണെങ്കിൽ അതിലേ മുക്തിമാർഗം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇവർക്കൊക്കെ അറിയും ചെയ്യാം. അതുകൊണ്ട് മാത്രമാവില്ല, 100% ആവണ്ടേ. മുക്തി കിട്ടണമെങ്കിൽ 100% ആവണം, എന്നാലേ മുക്തി കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ വലിയ, ചെറിയതല്ല, മഹാപാപിയാണ്, വലിയ മഹാപാപങ്ങളുടെ ഒരു വലിയ സഞ്ചയമാണ്, ഒരു കൂട്ടം ഉണ്ട്. അപ്പോൾ മറികടക്കം എളുപ്പമല്ല, മഹാപ്രേതമായിട്ടാണ് കിടക്കണം. അപ്പോൾ അതുകൊണ്ട് അതൊന്നും മറ്റു പുരാണങ്ങളിലോ വേദങ്ങളിലോ ഇല്ല. റിസ്ക്കാണ്, കൂട്ടിയാൽ പറ്റില്ല, എളുപ്പമല്ല. വിദ്വാൻസഃ യോഗനിഷ്ഠാശ്ച ജ്ഞാനിനോ ബ്രഹ്മവാദിന തന്മുക്തിം നൈവ തേ പശ്യന്ത ശാസ്ത്രസഞ്ചയാൻ. അപ്പോൾ ഇത്രയും നല്ലൊരു ഭാഗവത ഗ്രന്ഥം കിട്ടിയിട്ടും എല്ലാ കൊല്ലത്തിലും ഒരു തവണയെങ്കിലും വീട്ടിലിരുന്നിട്ട് അത് ചെയ്യിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നത് നമ്മുടെ പോരായ്മ തന്നെയാണ്. നമ്മുടെ കുട്ടികളെ കൊണ്ട്, നമ്മുടെ കാരണന്മാർ, അതുപോലെ എല്ലാവരും ഒരു തവണയെങ്കിലും ഈ ഭാഗവതം വായിച്ചിരിക്കണം. അപ്പോൾ നിഷ്ഠയോട് കൂടിയിട്ട് ഒരു കൊല്ലത്തിനുള്ളത്, അത് 335 അധ്യായമാണുള്ളത്. ഒരു അധ്യായം ഒരു ദിവസം വായിക്കാച്ചാൽ ഒരു മുറ തീർന്നു. അതുണ്ടായാൽ പിന്നെ അവിടെ ഇത്
ശ്രവണമാത്രം കൊണ്ട് മുക്തിയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ വായിക്കുമ്പോൾ അത് കേൾക്കും. 4 ആൾ വീട്ടിലുണ്ടെന്ന് വെച്ചാൽ 4 ആൾ വായിച്ചാൽ 4 മുറയായി. എല്ലാവരും വായിക്കുക എന്ന് പറയുമ്പോൾ വളരെ ഈസിയാണ് ഈ സംഭവം. അത് അർത്ഥം അറിഞ്ഞുകൊണ്ടാണ് വായിക്കുന്നതെങ്കിൽ എളുപ്പമാണ്. അപ്പോൾ ഈ വിദ്വാൻമാർക്ക് അവർ പഠിച്ച ജ്ഞാനത്തിൽ പ്രേതമുക്തിക്ക് വഴി കാണാൻ സാധിച്ചില്ല, യോഗികൾക്ക് കാണാൻ സാധിച്ചില്ല, ജ്ഞാനികൾക്ക് കാണാൻ സാധിച്ചില്ല. ബ്രഹ്മോപാസന ചെയ്യുന്നവരുണ്ട്, അവർക്ക് കാണാൻ സാധിച്ചില്ല. തന്മുക്തി നൈവതേ പശ്യന്ത ശാസ്ത്ര സഞ്ജയാൻ വിദ്വാംസോ യോഗനിഷ്ഠാശ്ച ജ്ഞാനിനോ ബ്രഹ്മവാദിന തന്മുക്തിം നൈവതേ പശ്യന്ത ശാസ്ത്ര സഞ്ജയാൻ തതഃ സർവൈ സൂര്യവാക്യം തന്മുക്തൗ സ്ഥാപിതം പരം ഗോകർണസ്തംഭനം ചക്രേ സൂര്യവേഗസ്യ വൈ തഥാ. ഇനി ഗോകർണൻ്റെ കഴിവെന്താ? എന്തുകൊണ്ട് ഈ ജ്ഞാനികളൊക്കെ അവിടെ വന്ന് ഗോകർണനെ കണ്ടു? അവർ തമ്മിലുള്ള ഈ സംവാദത്തിൽ ഇത് ഉരുത്തിരിഞ്ഞ് വന്നില്ല. അതിനേക്കാൾ പ്രാധാന്യമുണ്ടായിരുന്നു. അതാണ് ഗോകർണൻ്റെ കഴിവ് എന്ത് എന്നുള്ളത് എല്ലാവരും അറിയണം. അതാണ് ഇനി പറഞ്ഞത്. ഇങ്ങനെ എല്ലാവരും അവിടെ കൂടി യോജിച്ചു കഴിഞ്ഞപ്പോൾ സിന്ധുകാരിക്ക് ഈ പ്രേതമുക്തിക്കുള്ള മാർഗം എന്താണെന്ന് സ്വയം അവരവരുടെ ജ്ഞാനവും ചർച്ച ചെയ്തിട്ട് ഉരുത്തിരിഞ്ഞ് വന്നില്ല. അപ്പോൾ എല്ലാവരും ഗായത്രി ഉപാസിക്കുന്നവരാണ്. സഹസ്രാവൃത്തിയൊക്കെ ഉണ്ടാവും. സഹസ്രാവൃത്തി ഈ സൂര്യഗായത്രി ജപിക്കുന്ന ഒരാൾക്ക് സ്വതേ ഒന്നിനും ക്ഷമ ഉണ്ടാവില്ല, അങ്ങനെ പറയാം. ജ്ഞാനത്തിനെന്നല്ല ഒരു പ്രതിബന്ധം ഉണ്ടാവില്ല, എന്ത് ലക്ഷ്യമായിരുന്നു നേടാൻ. അവർക്കിത് പറ്റുന്നില്ല. അപ്പോൾ ആ സൂര്യഭഗവാനോട് തന്നെ ചോദിക്കാം. യാജ്ഞവൽക്യം ചെയ്ത പോലെ ചോദിച്ചു. അഭിപ്രായം നമുക്ക് ചോദിക്കാം. എങ്ങനെയാണ് ചോദിക്കേണ്ടത്? അപ്പോൾ ഗോകർണൻ തൻ്റെ യോഗപ്രഭാവം മുഴുവൻ, മഹായോഗിയാണ്, ജന്മനാ തന്നെ അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് സൂര്യവേഗത്തെ തടുത്തു എന്നാണ്. തതഃ സർവൈഃ സൂര്യവാക്യം തന്മുക്തൗ സ്ഥാപിതം പരം ഗോകർണസ്തംഭനം ചക്രേ സൂര്യവേഗസ്യ വൈ തഥാ. തതഃ സർവൈഃ, ആ സമയത്ത് എല്ലാവരും സൂര്യവാക്യം, ഭഗവാൻ സൂര്യൻ എന്താണോ പറയുന്നത്, ഓം ഭൂർഭുവസ്വ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാൽ, പ്രചോദിപ്പിക്കട്ടെ, ഈ ജ്ഞാനത്തെ പ്രചോദിപ്പിക്കട്ടെ. ഭഗവാന്റെ ഭർഗസ്, ഭഗവാന്റെ ആ തേജസ്, ഊർജം, ജ്ഞാനം എന്തൊക്കെയാണോ നമുക്ക് വേണ്ടത് വെച്ചാൽ അത് മുഴുവൻ തന്നിട്ട് നമ്മളെ പ്രചോദിപ്പിക്കട്ടെ. എത്രത്തോളം ഉയർത്താൻ സാധിക്കുമോ അത്രത്തോളം ഉയർത്തട്ടെ. ഈ സൂര്യവാക്യത്തെ കേൾക്കാൻ എന്തിനു വേണ്ടിയിട്ടാണ്? തന്മുക്തവും, ഈ ധുന്ധുകാരുടെ മുക്തിക്ക് വേണ്ടിയിട്ട്, സ്ഥാപിതം പരം, മാക്സിമത്തിലുള്ള ആ മുക്തിയെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്, ധുന്ധുകാരുടെ മുക്തിയെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്, പരം മുക്തിയാണ് അത് കിട്ടാൻ വേണ്ടിയിട്ട്. ഗോകർണ സ്തംഭനം ചക്രേ, ഗോകർണൻ സ്തംഭിപ്പിച്ചു. എന്താ സ്തംഭിപ്പിച്ചത്? സൂര്യവേഗസ്യ, സൂര്യൻ്റെ ആ ഗതിസഞ്ചാരത്തെ അങ്ങോട്ട് നിർത്തി. വൈ തഥാ, അങ്ങനെ ഉറപ്പ് തന്നെ. തഥാ സർവൈ സൂര്യവാക്യം തന്മുക്തൗ സ്ഥാപിതം പരം ഗോകർണസ്തംഭനം ചക്രേ സൂര്യവേഗസ്യ വൈ തഥാ. തുഭ്യം നമോ ജഗത്സാക്ഷിൻ ബ്രൂഹി മേ മുക്തിഹേതുകം. സ്ഥിരമായിട്ട് മറ്റെല്ലാ തേവാരങ്ങളും ചെയ്തതുകൊണ്ട് അവിടെ സൂര്യനെ കൂടുതൽ സ്തുതിക്കുകയോ മറ്റെന്തെങ്കിലും അധികമായിട്ട് ഒന്നും ചെയ്തില്ല. അതല്ലെങ്കിൽ ഇവിടെ ഒരു സ്തുതി ഉണ്ടാവും, സൂര്യൻ്റെ ഒരു പ്രത്യക്ഷം അവരുണ്ടാവും, അങ്ങനെ പലതുമുണ്ട്. അപ്പോൾ അതൊന്നും ഉണ്ടായില്ല. കാര്യത്തിലേക്ക് നേരിട്ട് കടക്കുകയാണ്. അതൊരു ആഖ്യാന ശൈലിയാണ്. അപ്പോൾ ഇതിലെല്ലാം ഉണ്ട്. തുഭ്യം നമോ ജഗൽ സാക്ഷിൻ, സംഗതി ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങേക്കായിക്കൊണ്ട് ഞാൻ ദാ നമസ്കാരം ചെയ്യുന്നു ജഗത്തിൻ്റെ സാക്ഷിയായിട്ടുള്ള സൂര്യഭഗവാനെ. സൂര്യൻ 18 സാക്ഷികളിൽ ഒരു സാക്ഷിയാണ്. രാത്രി ചന്ദ്രൻ, അതേപോലെ നക്ഷത്രങ്ങൾ, ദിക്കുകൾ, പഞ്ചഭൂതങ്ങൾ, അന്തരീക്ഷം, കാലം, ഇതൊക്കെ സാക്ഷികളാണ്. 18 സാക്ഷിയാണ്. ദ്യോവ്, അന്തരീക്ഷം, അത് അപ്പോൾ നമുക്ക് ഇനി ഒന്നും മറക്കാനില്ല എന്ന് സാരം. രാത്രിയും പകലും സന്ധ്യയും ഒക്കെ സാക്ഷിയാണ്. നമുക്ക് എന്തെങ്കിലും മറക്കാൻ പറ്റുമോ? ആ സൂര്യഭഗവാൻ ഈ സാക്ഷിയായതുകൊണ്ട് അങ്ങേക്ക് ഇതാ നമസ്കാരം. ബ്രൂഹിമേ മുക്തി ഹേതുകം, എനിക്ക് മുക്തി മാർഗത്തെ പറഞ്ഞു തരൂ. അതിൻ്റെ കാരണം
മുക്തിക്ക് കാരണമായി തീരുന്ന എന്ത് പ്രവൃത്തിയാണ് ഞാൻ ചെയ്യേണ്ടത് പറഞ്ഞു തരൂ. തുഭ്യം നമോ ജഗത്സാക്ഷിൻ ബ്രൂഹി പറഞ്ഞു തരൂ മേ മുക്തി ഹേതുകം. അപ്പം ഈ മുക്തിക്ക് കാരണമായിട്ടുള്ള എന്ത് മാർഗമാണോ അത് എനിക്ക് പറഞ്ഞു തരൂ. തുഭ്യം നമോ ജഗത്സാക്ഷിൻ ബ്രൂഹി മേ മുക്തി ഹേതുകം. തശ്രുത്വാ ദൂരതസൂര്യ സ്ഫുടം ഇത്യഭ്യഭാഷത ശ്രീമദ് ഭാഗവതാൻ മുക്തി സപ്താഹേ വാചനം കുരു. എല്ലാവർക്കും അറിയാവുന്ന കാര്യം, എന്നാലും പറയണമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം എല്ലാവരും ഇത് കേൾക്കാത്തവരാരും ഉണ്ടാവില്ല. തത് ശ്രുത്വ ദൂരതഃ സൂര്യ. ഇങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ ദൂരെ നിന്ന് കഴിഞ്ഞ സൂര്യൻ പറഞ്ഞു സ്ഫുടം, അതായത് ഇനി അതിൽ ഒന്നും വെണ്ണയും കഴിഞ്ഞ് നെയ്യുമായി, പാലിൽ നിന്ന് നെയ്യെടുത്ത കൂട്ടത്തിലായി, അതിലൊന്നും കളയാനില്ല. അത്ര സ്ഫുടം ചെയ്ത വാക്കുകളാണ്. ഇതി അഭ്യഭാഷത, ഉറച്ചതായിട്ടുള്ള ശബ്ദത്തിൽ ഉറക്കെ വളരെ സ്ഫുടമായിട്ടുള്ള അക്ഷര പ്രയോഗം അത് നടത്തി. അഭ്യഭാഷത, നന്നായിട്ട് തന്നെ പറയപ്പെട്ടു എന്നാണ്. തശ്രുത്വ ദൂരത സൂര്യ സ്ഫുടം ഇത്യഭ്യഭാഷത. പറഞ്ഞു എന്ന് പറയേ വേണ്ടു, ഉവാച എന്നിട്ട് പറയേ വേണ്ടു. അപ്പം അതൊന്നല്ല, ആ വാക്കുകളുടെ ഒരു ഉറച്ചതായിട്ടുള്ള തീരുമാനം അത് ഇങ്ങനെ മതി, ഇനി മറ്റാളോട് ചോദിക്കണ്ട. ജഗത് സാക്ഷിയായിട്ടുള്ള ഭഗവാൻ സൂര്യനാ പറഞ്ഞത്. അപ്പം ഇനി വേറൊരു ഈശ്വരനോട്, ഇനി മഹാവിഷ്ണുവോട് ചോദിക്കേണ്ടെന്നർത്ഥം. മഹാവിഷ്ണു തന്നെയാണ് സൂര്യൻ. അപ്പം അതുകൊണ്ട് അതിനെപ്പറ്റി ഇനി സംശയം വേണ്ട. എന്താ പറഞ്ഞത്? ശ്രീമദ് ഭാഗവതാത് മുക്തി, ഭാഗവതം കൊണ്ടാണ് മുക്തി കിട്ടുക. സപ്താഹേ വാചനം ഗുരു, 7 ദിവസം കൊണ്ട് ഈ ഭാഗവതത്തെ കേട്ടോളൂ. അപ്പോൾ ഇവിടെ സൂര്യഭഗവാൻ അത് അസന്ദിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചു, 7 ദിവസം കൊണ്ട് ഭാഗവതം കേട്ടാൽ മതി എന്ന്. നേരത്തെ സനകാദി മഹർഷിമാർ പറഞ്ഞു, ബ്രഹ്മാവിൻ്റെ ഇച്ഛയായിട്ട് ശ്രീശുക മഹർഷി അത് ആവർത്തിച്ചു. അല്ലെങ്കിൽ ശ്രീശുക ബ്രഹ്മർഷിയാണ് ഈ പരീക്ഷത്തിനോട് സപ്താഹം കേട്ടാൽ മതി, ഇതാ പേടിക്കണ്ട കേട്ടോ, ഭാഗവതത്തെ 7 ദിവസമായിട്ട് കേട്ടോളൂ, അങ്ങേക്കാണെന്ന് വെച്ചാൽ 7 ദിവസം നല്ല പാക ആയുസുണ്ട്, മുക്തി ഞാൻ ഏറ്റു. അപ്പോൾ ശ്രീശുക ബ്രഹ്മർഷി, സനകാദി മഹർഷിമാർ, ബ്രഹ്മാവ്, ഇതാ ഇപ്പോൾ സൂര്യനും ആര് പറഞ്ഞു എന്നുള്ളതാ ഭഗവാന്റെ ഇച്ഛ ബ്രഹ്മാവിനാൽ പറയപ്പെട്ടു. സൃഷ്ടിയിൽ ആദ്യം ഉണ്ടായത് ഏതാ? പൃഥിവ്യപ് തേജോ വായു ആകാശ, 3ാമത്തെ ഭാവമാണ്. അപ്പോൾ അതുണ്ടായിട്ടുണ്ട്. അതുണ്ടാവണതിൻ്റെ മുന്നേ എന്തൊക്കെ വേണം? സൂര്യൻ തൊട്ടുള്ളതൊക്കെ വേണം. അത് കഴിഞ്ഞിട്ടേ സനകാദികൾക്കും സ്ഥാനമുള്ളൂ. അപ്പോൾ ആരാ ആദ്യം പറഞ്ഞത്? ഭഗവാൻ സൂര്യനാരായണനാണ് ആദ്യം പറഞ്ഞത്. വാദിക്കൊന്നും വേണ്ട, നമുക്ക് വാദത്തിൻ്റെ വിഷയമില്ല. ബ്രഹ്മാവ് പറഞ്ഞു, സൂര്യൻ പറഞ്ഞു, സനകാദികൾ പറഞ്ഞു, ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞു. ഇതിൽ ആർക്കാണ് സ്ഥാനം കൊണ്ട് ഉയർന്നത്? അതായത് സ്ഥാനക്രമം എഴുതുമ്പോൾ ആർക്കാ ഏറ്റവും കൂടുതൽ ഉയരം? മുഖ്യസ്ഥാനം ആർക്കാ വരിക? ശ്രീകൃഷ്ണൻ തന്നെയാണ് ശ്രീശുക ബ്രഹ്മർഷി. അപ്പോൾ തുല്യതയല്ലേ? നാരായണൻ തന്നെയാണ് ഈ സൂര്യൻ. സനകാദികളെ ഈശ്വരൻ എന്ന രീതിയിലാണ് എല്ലാവരും കാണാറ്. ബ്രഹ്മാവ് ഞാൻ തന്നെയാണ് ഭഗവാൻ തന്നെയാണ് ബ്രഹ്മാവായിട്ട് വന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആർക്കാ മുഖ്യസ്ഥാനം വരിക? വ്യാസൻ്റെ പുത്രനേ ആയിട്ടുള്ളൂ ശ്രീശുക ബ്രഹ്മർഷി. അപ്പോഴോ ആകെക്കൂടി കൺഫ്യൂഷനാണ്. സൂര്യനാച്ചാൽ മരണമുണ്ട്. അത് സൂര്യൻ മരിച്ചതിൻ്റെ എത്രയോ ശേഷം കഴിഞ്ഞിട്ടാണ് ബ്രഹ്മാവിന് മരണം. അപ്പോൾ കുടുങ്ങിയില്ലേ? ഇപ്പോൾ നമ്മൾ കുടുങ്ങാനൊന്നുമില്ല. ഭഗവാന്റെ ഇച്ഛ ഈ വരാൽ പറയപ്പെട്ടു. ആര് ആദ്യം പറഞ്ഞു അതിനാ തർക്കേ, ഒരാവശ്യമില്ല. അതാണ് ഈ പാഖണ്ഡം. പറഞ്ഞത് ആര് എന്നുള്ളതിനല്ല പ്രാധാന്യം, എന്തു പറഞ്ഞു. പറഞ്ഞത് ഇതാണ്, സപ്താഹം വാചനം ഗുരു ഭാഗവതം. ഭാഗവതത്തെ സപ്താഹമായിട്ട് വായിക്കൂ എന്നതാണ് പ്രാധാന്യം. രാമായണം ആദ്യം ഉണ്ടാക്കിയത് വാൽമീകിയാണ് എന്ന് ഈ ക്വസ്റ്റ്യൻ ആൻസറിൽ അങ്ങനെ എഴുതിയാലേ മാർക്ക് കിട്ടൂ.
വാൽമീകി രാമായണം എഴുതിയത് നാരദൻ പറഞ്ഞു കൊടുത്തിട്ടാ, ബ്രഹ്മാവും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വാൽമീകി രാമായണം എടുത്തത് മഹാദേവൻ പാർവതിക്ക് പറഞ്ഞു കൊടുത്ത ആധ്യാത്മ രാമായണമാണ്. അതിൽ വിശദീകരണങ്ങളാണ് കൊടുത്തത്. കാവ്യമായിട്ട് എഴുതി. ആദി കവി ആണ്. ഈ ആദി കാവ്യത്തിൽ സീതയെ കൊണ്ട് പറയിക്കുന്നുണ്ട്, ഇതിനു മുന്നേ ധാരാളമായിട്ട് രാമായണം ഉണ്ടായിരുന്നു. ആ രാമായണത്തിലൊക്കെ രാമൻ സീതയെ കൊണ്ടാണ് കാട്ടിലേക്ക് പോയത്. അപ്പോൾ ഈ ആദികവി ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് ആദികവി എന്ന് മാത്രമേ ഉത്തരം പറ്റുള്ളൂ. രാമായണം ഉണ്ടാക്കിയത് വാൽമീകിയാണ് എന്നൊക്കെ പറഞ്ഞാൽ പഴയ്ക്കും. അപ്പോൾ ഈ പാഖണ്ഡം വരാതെ കണ്ട് നമ്മൾ നോക്കിയിട്ടില്ല വെച്ചാൽ നമ്മൾ ഭഗവാന്റെ ശിക്ഷയ്ക്ക് പാത്രമായി നമ്മൾ കുടുങ്ങി. അപ്പം അതുകൊണ്ട് ജ്ഞാനം പൂർണ്ണമല്ല. അപ്പം ഈ വിദ്വാൻമാർ, യോഗികൾ, ജ്ഞാനികൾക്ക്, ബ്രഹ്മവാദികൾക്ക് പോലും പറ്റാത്ത, നിർണയം സ്വീകരിക്കാൻ പറ്റാത്ത കാര്യം സൂര്യനാൽ പറയപ്പെട്ടു. ഭാഗവതം വായിച്ചാൽ മതിയെന്ന്. അപ്പോൾ ഭാഗവതം ഉണ്ടവിടെ. തത് ശ്രുത്വാ ദൂരതഃ സൂര്യഃ സ്ഫുടം ഇതി അഭ്യഭാഷത ശ്രീമദ് ഭാഗവതാത് മുക്തി സപ്താഹേ വാചനം ഗുരു. അപ്പോൾ ഇങ്ങനെ ഈ മഹാപണ്ഡിതന്മാർ അവരുടെ ആവശ്യപ്രകാരം ധുന്തുകാരിയുടെ മുക്തിക്ക് വേണ്ടിയിട്ട് സഹോദര സ്ഥാനത്തുള്ള ഗുരുവായിട്ടുള്ള ഗോകർണൻ സൂര്യൻ്റെ വേഗത്തെ സമീപിച്ചുകൊണ്ട് ചോദിച്ചു, എന്താണ് ചെയ്യേണ്ടത് ഈ മുക്തിക്ക് വേണ്ടിയിട്ട്? അപ്പോൾ ദൂരെ നിന്ന് തന്നെ സൂര്യഭഗവാൻ ഈ ഗോകർണൻ്റെ വാക്കുകളെ കേട്ടുകഴിഞ്ഞപ്പോൾ ഉറപ്പിച്ച് പറഞ്ഞു, മറ്റൊന്നും ഇനി ഇതിന് പരിഹാരമില്ല. ശ്രീമദ് ഭാഗവതാൻ മുക്തി, ഭാഗവതം കൊണ്ടേ മുക്തി കിട്ടുള്ളൂ. അത് 7 ദിവസം കൊണ്ട് വായിച്ചാൽ മതി. സപ്താഹേ വാചനം കുരു. തശ്രുത്വാ ദൂരത സൂര്യ സ്ഫുടം ഇത്യഭ്യഭാഷത ശ്രീമദ് ഭാഗവതാൻ മുക്തി സപ്താഹേ വാചനം കുരു. ഇനി സപ്താഹം എന്നുള്ളത് 7 പകൽ എന്നാണ്. ഞാനുള്ളപ്പോൾ വേണമെന്നാ സൂര്യൻ്റെ. ഞാനുള്ളപ്പോൾ വേണം പകല്. അപ്പോൾ സൂര്യൻ വട്ടം നമ്മൾ കാണണം. അപ്പം തുടങ്ങാം. സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ഗായത്രിയും ഗണപതിയുമാണ്. അത് കഴിഞ്ഞാൽ തേവാരം കഴിയണം. ഈ 1000 സൂര്യഗായത്രി ജപിക്കുന്നത് സൂര്യൻ്റെ ഉദയത്തോട് കൂടിയിട്ട് കഴിയണം. അത് കഴിഞ്ഞാൽ ഗണപതിയോമം. അത് കഴിഞ്ഞാൽ ഭാഗവതം വായിക്കാൻ തുടങ്ങാം. അങ്ങനെയാണ്. അപ്പോൾ 7 ദിവസം കൊണ്ട്, 7 പകൽ കൊണ്ട്, പിന്നെ 7ാമത്തെ ദിവസം ഉച്ചയ്ക്ക് കഴിക്കരുത്, വൈകുന്നേരം വരെ വേണമെന്നാ. 7 ദിവസം ഫുള്ളായിട്ട് വേണം എന്നല്ല ശാസ്ത്രം. അത് കുഴപ്പമില്ല. 7ാമത്തെ ദിവസം കഴിച്ചാൽ മതി. കാരണം അതിൻ്റെ തലേ ദിവസം ഒരു അര ദിവസം നമ്മൾ മഹാത്മ്യം വായിക്കാൻ വേണ്ടി എടുക്കുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. കാരണം പാഖണ്ഡം നമുക്കും പറയാലോ, അത്രയേ ഉള്ളൂ. ഇങ്ങനെ തശ്രുത്വാ ദൂരത സൂര്യ സ്ഫുടം ഇത്യഭ്യഭാഷത ശ്രീമദ് ഭാഗവതാൻ മുക്തി സപ്താഹേ വാചനം ഗുരു. ഞാനൊരു വായനയ്ക്ക് പോയപ്പോൾ ഉച്ചയ്ക്കാണല്ലോ എല്ലാവരും ഊണ് കഴിക്കാൻ വരിക. ഇവിടെ ഉച്ചയ്ക്ക് കഴിക്കാറില്ല, യജ്ഞം ഉച്ചയ്ക്ക് കഴിക്കാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എപ്പോഴാണ് കഴിക്കാറും? വൈകുന്നേരമാണെന്ന് പറഞ്ഞു. അത് ശരി. അപ്പോൾ വൈകുന്നേരം വരെ ഉള്ള കണക്കാക്കിയിട്ടാണല്ലോ പിന്നത്തെ ചെയ്യുക. സപ്താഹം അല്ലാട്ടോ, നവാഹാണ്. ഏതായാലും ചായ കഴിഞ്ഞപ്പോൾ എല്ലാവരും പോയി. പിന്നെ ദക്ഷിണാ സമയത്ത് ഒരു 10-20 ആളുണ്ട് ആകെ. എന്താ മനസ്സിലായി? കമ്മിറ്റിക്കാർ ഈ കിട്ടുന്ന കാശ് മുഴുവൻ അവർ കൊണ്ടുപോയി. നമുക്ക് ആകെ കിട്ടിയത് 20 ആളുടെ 10 റുപ്യ സൂത്ര വഴിയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ഈ അല്ല, അത് എല്ലാ ചേരന്മാരുടെ അടുത്തും പറ്റില്ല കേട്ടോ. എന്നെപ്പോലെ വിഡ്ഢികളുടെ അടുത്തേ പറ്റുള്ളൂ. ആയിക്കോട്ടെ. അത് ചെയ്തവർക്ക് ഇപ്പോൾ ഞാനത് പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലോണം മനസ്സിലാവും. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത്. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, അതേപോലെ ഈ ആചാര്യന് കൊടുക്കുന്ന ദക്ഷിണ കമ്മിറ്റിക്കാരെ കൊണ്ടുപോകുന്ന അമ്പലങ്ങൾ ധാരാളമുണ്ട്. ഇത്രയും വലിയൊരു അബദ്ധം, അത് അമ്പലത്തിന് കേട്, അതുപോലെ ഈ കൊണ്ടുപോകുന്ന മറ്റേ വ്യക്തികളുടെ അവരുടെ കുടുംബത്തേക്ക് കേട്. അതൊന്നും മനസ്സിലാക്കാണ്ടേ അവർ ചെയ്യണത്. എന്തോ ആയിക്കോട്ടെ, അനുഭവിച്ചോളാം, അത്രയേ ഉള്ളൂ.
ഇനി അടുത്ത 42-ാമത്തെ ശ്ലോകം. ഇതി സൂര്യവച സർവൈർധർമ്മരൂപം തു വിശ്രുതം സർവേ ബ്രുവൻ പ്രയത്നേന കർത്തവ്യം സുകരം ത്വിതം. ഇങ്ങനെ സൂര്യൻ പറഞ്ഞതിനെ എല്ലാവരും കേട്ടുകഴിഞ്ഞപ്പോൾ ആ വചനം ദിവ്യവചനാണ്, അത് ധർമ്മരൂപമാണ്. ഇനി ഇതിൽ മാറ്റമൊന്നും വരുത്താനില്ല. കാരണം അഭ്യഭാഷത സ്ഫുടം അക്ഷരം ആണ്. അപ്പം അതുകൊണ്ട് ഇനി എത്ര പണിപ്പെട്ടാലും ആ കാര്യങ്ങൾ നടത്തുക, വേറെ യാതൊന്നും അതിൽ വേണ്ട. ഇങ്ങനെ എല്ലാവരും ചേർന്ന് അത് തീരുമാനിച്ചു, പറഞ്ഞു, നിശ്ചയിക്കപ്പെട്ടു. ഇതാണോ ഇത്ര പ്രയാസം എന്ന് എല്ലാവർക്കും തോന്നിയെന്നാ. എന്താ കാരണം അവർക്കൊക്കെ ഭാഗവതം വായിച്ച് നല്ല ശീലമുണ്ടേ. ഇതിപ്പോൾ 7 ദിവസം കൊണ്ട് വായിക്കാൻ എന്താ പ്രയാസമല്ല? ഒരു പ്രയാസമില്ല. എന്നാൽ ശരി, അത്രയേ ഉള്ളൂ എന്നർത്ഥം. വേണം എന്നങ്ങോട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ 7 ദിവസം മാറ്റി വയ്ക്കണം, അത്രയല്ലേ ഉള്ളൂ. അതിപ്പോൾ അവർക്ക് മാത്രമല്ല മുക്തി കിട്ടുക, ഈ ചെയ്തവർക്ക് കിട്ടും, ഇപ്പോൾ ഈ ആവശ്യപ്പെട്ടവർക്ക് കിട്ടും. സൂര്യൻ തന്നെ പറഞ്ഞ് ഞാനുള്ളപ്പോൾ വേണമെന്നാ. സൂര്യന് പോലും താല്പര്യമുണ്ടത് കേൾക്കാനേ. അപ്പം അതിലെന്തോ അതിലും കൂടുതൽ ഇതിലുണ്ട്. ഞാനുള്ളപ്പോൾ വേണമെന്ന് സൂര്യൻ പറയാനുള്ള കാരണം എന്താ? 7 ദിവസം കൊണ്ട് കേൾക്കണം എന്നല്ല പറഞ്ഞ്, 7 പകൽ കൊണ്ട് കേൾക്കണം എന്നാ. അഹസ് എന്ന് പറഞ്ഞാൽ പകലാ. അഹസ് പറക്കണം, സൂര്യൻ വരണം. അപ്പോൾ സൂര്യന് കേൾക്കണം. അതുകൊണ്ടാണ് ഇത് സൂര്യവച സർവൈഹി ധർമ്മരൂപം തു വിശ്രുതം. ഇത് സൂര്യവച കേട്ടുകഴിഞ്ഞപ്പോൾ, വിശ്രുതം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ, ശ്രുതിപ്രകാരം പലതുണ്ട്, ഗോപ്യാണ് മറ്റേ കേട്ടു എന്നുള്ളത്. ഇത് സൂര്യവച കേട്ടുകഴിഞ്ഞപ്പോൾ, ഇങ്ങനെ സൂര്യൻ്റെ വാക്ക് കേട്ടുകഴിഞ്ഞപ്പോൾ, സർവൈഹി എല്ലാവരും, ധർമ്മരൂപം ഇത് ധർമ്മരൂപമാണ് എന്നുറപ്പിച്ചു. അതാകട്ടെ വിശ്രുതം, എല്ലാവർക്കും അറിയാവുന്നതാണത്. ശ്രുതിയായാൽ വേദസംഹിതമാണ്. ഭാഗവതം വേദസംഹിതമാണ്. ശ്രുതി എന്ന് പറഞ്ഞാൽ വേദമാണ്. വിശ്രുതം വേദത്താൽ അത് വിളംബരം ചെയ്തതാ. അപ്പോൾ വേദം ഇങ്ങനെ പ്രഖ്യാപിച്ചതായിട്ടുള്ള വിഖ്യാപനം നടത്തിയതായിട്ടുള്ള, വിളംബരം ചെയ്തതായിട്ടുള്ള ഈ ഭാഗവതം 7 ദിവസം കൊണ്ട് വായിക്കുക എന്നുള്ളത് വളരെ ഈസിയാണ്. അപ്പം അതുകൊണ്ട് ഒരു പ്രയാസമില്ല. അത് ധർമ്മരൂപമാണ്. സർവേ അബ്രുവൻ, അപ്പോൾ എല്ലാവരും അത് പറഞ്ഞു, ഉറപ്പിച്ചാണ് പറഞ്ഞു. ശരി 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 ശരി, ഇത് പ്രയത്നേന കർത്തവ്യം, വളരെ പ്രകർഷേണ യത്നേന. അപ്പോൾ അങ്ങനെ നന്നായിട്ട് തന്നെ പ്രവർത്തിക്കണം. ഇവിടെ കഠിനമായിട്ട് അധ്വാനം കൊണ്ട് എന്നുള്ള അർത്ഥത്തിലല്ല. ആ ചെയ്യുന്നതായിട്ടുള്ള അധ്വാനം എന്താ വേണ്ടത്? അവിടെ ഇരുന്ന് കേൾക്കുക, ഇരുന്ന് വായിക്കുക, അത്രേ വേണ്ടൂ. ഭാഗവതം ഇരുന്ന് കേൾക്കാൻ കൂട്ടിയേ പറ്റില്ല. എന്താ കാരണം? അപ്പോഴേക്ക് നമുക്ക് അത് വേണം, ഇത് വേണം, അപ്പുറത്തുണ്ട്, അതുണ്ട്, ഇതുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. വലിയ പ്രശ്നമാണ്. അപ്പോൾ അത് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. സാധാരണഗതിയിൽ ഈ കമ്മിറ്റിക്കാരൻ്റെ മേശ കുറച്ച് പുറത്താണ്. അപ്പോൾ ഒരുത്തിയിൽ ചെന്നപ്പോൾ അതിൽ ഈ കമ്മിറ്റിക്കാരൻ പ്രസിഡൻ്റാണ്, അദ്ദേഹം തന്നെ എഴുതുന്നത്. അപ്പോൾ അദ്ദേഹം ആ മേശ എടുത്തിട്ട് ഈ വായിക്കണ അതിൻ്റെ തൊട്ടടുത്ത് വന്നിരുന്നു. അപ്പോൾ ഇതെന്താ ഇവിടെ ഇരിക്കുന്നത്, അത് ശല്യമാക്കില്ലേ ചോദിച്ചു. ഇല്ല, ഞാനാണ് കൈകാര്യം ചെയ്യണത്, കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ഉണ്ടായത് വെച്ചാൽ ഇദ്ദേഹം സൈലൻ്റാണ്. വല്ലവരും വന്നിട്ട് എന്തെങ്കിലും ചീട്ടാക്കിയ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് വെച്ചാൽ ശബ്ദം ഉണ്ടാക്കി അദ്ദേഹം ചീത്തറി. കണ്ണുകൊണ്ടും വാക്കൊണ്ടില്ല, കണ്ണുകൊണ്ടും മറ്റേ പിന്നെ എപ്പോഴാണ് ഉണയിക്കണ വെച്ചാൽ അപ്പോൾ അത്ര സൈലൻ്റ് അദ്ദേഹം. ഇവിടെ വന്നിരിക്കുന്നത് ശ്രദ്ധ മാറാതിരിക്കാൻ തൊട്ടടുത്ത് വന്നിരുന്ന് കേൾക്കുക. അതൊന്നും കമ്മിറ്റിക്കാരിൽ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനത്തെവരുണ്ട്. ഈ ഭാഗവതം കേൾക്കാൻ വേണ്ടി ഇതൊരു അവസരമായില്ലോ. പ്രസിഡന്റ് അങ്ങനെയൊന്നും വന്നിരിക്കില്ല, എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ അത്ര താല്പര്യത്തോട് കൂടിയിട്ട് കേൾക്കുന്ന മഹാജ്ഞാനികളുണ്ട്, ആവശ്യക്കാരുണ്ട്. സൂര്യനും കൂടിയും അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ശ്ലോകം അദ്ദേഹം കണ്ടിട്ടുണ്ടാവുന്നതാക്കി തോന്നണം. അതാണ്. ഏതായാലും ഇങ്ങനെ ഇത് സൂര്യവച സർവൈഹി ധർമ്മരൂപം തു വിശ്രുതം, ഇത് ധർമ്മരൂപമായിട്ടുള്ള വളരെയധികം എല്ലാവരും അംഗീകരിക്കപ്പെട്ടതായിട്ടുള്ള, എല്ലാവരും പറയുന്നതായിട്ടുള്ള, എല്ലാവരും തമ്മിൽ പറയുന്നതായിട്ടുള്ള ഈ കാര്യമാണ്. അപ്പോൾ ധർമ്മരൂപമായിട്ടുള്ള ഈ ഭാഗവത സപ്താഹം 7 ദിവസം കൊണ്ട് പകലെ വായിക്കുന്നത് സർവേ അബ്രുവൻ പറഞ്ഞു, പ്രയത്നേന വളരെ ശ്രദ്ധയോട് കൂടിയിട്ട്. ആ കേൾവിക്കാണ് പ്രാധാന്യം. അതുകൊണ്ട് അതിനെ ഒട്ടും വിട്ട് കളയാതെ കണ്ട് എന്നുള്ള അർത്ഥത്തിലാണ്. അതുപോലെ അതിൻ്റെ സംഭാരങ്ങളൊക്കെ കുറേ ഉണ്ടേ.
എല്ലാവർക്കും താമസിക്കാനുള്ള സ്ഥലം, എല്ലാവർക്കും മറ്റേ ഊണ് കഴിക്കാനുള്ള ഏർപ്പാട്, സ്നാനാദി കാര്യങ്ങൾക്കുള്ള ഏർപ്പാട് ഒക്കെ വേണം, ഉറങ്ങാൻ വേണം, എല്ലാം വേണം. അപ്പോൾ ഈ നേദ്യാദി കാര്യങ്ങൾ മറ്റേ പലതുകൊണ്ട് ചെയ്തു കൊടുക്കാനേ, സംഭാരങ്ങൾ കുറേ കൊണ്ടുവരണ്ടേ, അതൊക്കെ പണിയുണ്ട്, അതൊക്കെ വേണ്ട രീതിയിൽ ചെയ്യാം. കർത്തവ്യം സുകരം ത്വിതം, നന്നായിട്ട് തന്നെ. ഇത് വളരെ എളുപ്പമാണ്, മാത്രമല്ല നന്നായിട്ട് ചെയ്യണം. എന്നാൽ ഇതാ സപ്താഹം എന്താ ഇപ്പം നമുക്ക് ഗംഭീരാക്കാട്ടോ. തീരുമാനിച്ചു അവര്, പിന്നെ അതിൽ വേറെ മീറ്റിംഗ് ഒന്നും വേണ്ട. ഇതി സൂര്യവജ സർവൈഹി ധർമ്മരൂപം തു വിശ്രുതം സർവേ ബ്രുവൻ പ്രയത്നേന കർത്തവ്യം സുകരം ത്വിതം. അതേപോലെ എല്ലാവരും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും. ആ കൊണ്ടുവരുന്നതിനെയൊക്കെ സ്വീകരിക്കണം എന്നൊരു നിയമമുണ്ട്. പ്രഭുക്കൾ ചെയ്യാറുണ്ട് ഭാഗവതം. അപ്പോൾ ഇതൊരു ചർച്ച, ഞങ്ങളുടെയാണ് ചിലവൊക്കെ എന്ന് പറഞ്ഞപ്പോൾ ഈ വരുന്നവർക്ക് സമർപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ, അത് വരാൻ പാടില്ല എന്ന് ഭാഗവതം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്താണോ കൊണ്ടുവരുന്നത് അത് സ്വീകരിച്ചോളണം. കാരണം ഭാഗവത സപ്താഹം നടത്തുന്നത് ഒരാൾക്ക് വേണ്ടിയിട്ടല്ല. ഇനി ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടൊന്നും പറയാൻ പറ്റില്ല, അവർക്കും ഉണ്ടെന്നേ ഉള്ളൂ, മാത്രം എന്ന് പറയാൻ പറ്റില്ല. പ്രേതങ്ങൾക്കും ഉണ്ട്. അപ്പോൾ നമ്മൾ വിളിച്ചു വരുത്തൊന്നും വേണ്ട, അവർ തന്നെ വന്നോളും. വിളിച്ചു വരുത്തിയാൽ കുറച്ചുകൂടി പ്രാധാന്യമായിട്ട് വന്നിരിക്കും, അത്രയേ ഉള്ളൂ. ആ ദുരിതങ്ങൾ മുഴുവൻ അങ്ങോട്ട് തീരുകയാണ്. ഇപ്പം നമ്മൾ കുറച്ച് വേർത്ത് അല്ലെങ്കിൽ ആകെ ചളിയും അങ്ങനെയൊക്കെ ആയിട്ട് വന്നു എന്ന് കൂട്ടാ. നമ്മളെ ഒരാൾ കുളിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ മേലുള്ള ചളിയും കാര്യങ്ങളൊക്കെ മറ്റൊരാളുടെ സഹായത്തോട് കൂടിയിട്ട് ചില മുറിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെച്ചാൽ അതൊക്കെ നന്നായിട്ട് വ്രണമൊക്കെ വൃത്തിയാക്കി മരുന്നൊക്കെ വെച്ച് നല്ല വേഗം ഉണങ്ങാവുന്ന രീതിയിൽ ചെയ്തു എന്ന് കൂട്ടാം. അതാണ് ഇവിടെ ഈ ഭാഗവത ശ്രവണം കൊണ്ടുണ്ടാവുന്ന പ്രോസസ്സ്. വിളിച്ചു വരുത്തിയിട്ട് നമ്മളവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ജീവനെ ബാധിച്ചതായിട്ടുള്ള എല്ലാ പാപങ്ങളും ഇങ്ങനെ ഒരു വാഷിങ്, ഒരു വൃത്തിയാക്കൽ, അത് കഴിഞ്ഞ് അതിൻ്റെ ഈ സ്തുതി തൊട്ടുള്ള കാര്യങ്ങൾ, പ്രത്യക്ഷാവൽ ഒക്കെ മരുന്നാണ്. അപ്പോൾ ആ മരുന്നും കൂടി ആകുമ്പോൾ ഈ പാപം മുഴുവനാണ് പോവുക, സ്വസ്ഥായി എന്നർത്ഥം. അപ്പോൾ പിന്നീടുള്ള ഒരു കൊല്ലത്തെ ജീവിതം 365 355 ദിവസം പിന്നെ സുഖമായി എന്നർത്ഥം, അതാണ്. അപ്പം അതിൽ കൂടെ എന്താ വേണ്ടത്? 58 അല്ലെങ്കിൽ 57, ഇനി അതിന് തർക്കം വേണ്ട. 58 ദിവസം സുഖമായി, അതാണ്. അപ്പം ഇത് സൂര്യവജ സർവൈഹി ധർമ്മരൂപം തു വിശ്രുതം സർവേ ബ്രുവൻ പ്രയത്നേന കർത്തവ്യം സുകരം ത്വിതം. അപ്പം ഇങ്ങനെ ഒരു യജ്ഞം തീരുമാനിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കൂടിയിട്ട് ഒരേപോലെ ഇത് വളരെ എളുപ്പമാണ്, നന്നായിട്ട് തന്നെ ചെയ്യണം എന്ന് തീരുമാനിച്ചു, പരസ്പരം പറഞ്ഞു, അത് നടത്താൻ നിശ്ചയിച്ചു എന്ന് 42-ാമത്തെ ശ്ലോകം, 38-ാമത്തെ ശ്ലോകം മുതൽ 42-ാമത്തെ ശ്ലോകം വരെ 73-ാമത്തെ ഭാഗമായിട്ട് 5-ാമത്തെ അധ്യായത്തിലെ മാഹാത്മ്യമാണ് നമ്മൾ പറഞ്ഞത്. ഇനി 74-ാമത്തെ അധ്യായം 43 തൊട്ട് നമുക്ക് പറയാം. നാരായണ 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 നാരായണ.